Hi, hello everyone. Welcome back to Xylem Learning. Aruma Miss ആണ്. സോ മക്കളെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് മിസ് ഇന്ന് വന്നിരിക്കുന്നത്. യു ക്യാൻ സീ ഡിഫറെന്റ് വെറൈറ്റി ഓഫ് സബ്സ്റ്റൻസ് ഇൻ അവർ വേൾഡ് അല്ലെ. ഒരുപാട് തരത്തിലുള്ള വസ്തുക്കളെ നിങ്ങൾക്ക് നമ്മുടെ ചുറ്റുപാടിൽ കാണാം. ബേസ്ഡ് ഓൺ ദ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ് അല്ലെ. ആ മെറ്റീരിയൽസിനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഡിഫറെന്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന കുറച്ച് ബേസിക് ആയിട്ടുള്ള സാധനങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലെ. ഇവരെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ എന്ത് ചെയ്യാം? ക്ലാസിഫൈ ചെയ്യാം. നിങ്ങൾ തന്നെ നോക്കുമ്പോൾ അല്ലെ കുറെ സ്കൂൾ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളുണ്ട്. അതേപോലെ തന്നെ അല്ലെ കുറെ ഇതിൽ കുറച്ച് ആൾക്കാർ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് ആണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ക്ലാസിഫൈ ചെയ്യാം. അപ്പൊ ഞാൻ ഇവിടെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർട്ടീസ് ഓഫ് ദ മെറ്റീരിയൽ ബേസ്ഡ് ഓൺ ദി ഡിഫറെന്റ് പ്രോപ്പർട്ടീസ്, ഇവരുടെ പ്രോപ്പർട്ടീസിൽ. അപ്പൊ നമുക്കതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇവരുടെ സ്റ്റേറ്റിനെ നോക്കിയിട്ട് അല്ലെ, ഇവർ ഏത് അവസ്ഥയിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് അല്ലെ, സബ്സ്റ്റൻസിന്റെ ആ ഒരു ഏത് സ്റ്റേജിലാണുള്ളത് എന്നതിനെ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 3 ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ബേസ്ഡ് ഓൺ ദ സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ സബ്സ്റ്റൻസിന്റെ സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്ന് പറയുന്നത് നമുക്ക് വലിയ ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാലും പഠിക്കാനുള്ള ഒരു കാര്യമാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ സ്കൂളിൽ ഒക്കെ പഠിക്കുക സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്നീ പറയുന്ന 3 പ്രധാനപ്പെട്ട മെറ്റീരിയൽസിനെ കുറിച്ചാണ്. സോളിഡ്സ്, ലിക്വിഡ്സ്, ഗ്യാസസ്. ഇവരാവുന്ന സമയത്ത് അല്ലെ അവരുടെ ഫിസിക്കൽ സ്റ്റേറ്റിൽ വ്യത്യാസമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അവരുടെ പ്രോപ്പർട്ടീസിലും കുറേയൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അപ്പൊ നമുക്ക് ഓരോന്നും ഒന്ന് കൃത്യമായിട്ട് നോക്കിയാലോ. ആദ്യം നമുക്കൊരു സോളിഡ് സബ്സ്റ്റൻസിനെ എടുക്കാം. സോളിഡ് എന്ന് പറഞ്ഞാൽ ഖരാവസ്ഥയിലുള്ള വസ്തുവാണ്. സോളിഡ് സബ്സ്റ്റൻസ് ആവുമ്പോൾ അല്ലെ നമുക്കറിയാം ദേ ആർ റിജിഡ്. അവരെന്താണ്? ഉറപ്പുള്ളവയാണ്. അവർക്കൊരു ഫിക്സഡ് ഷേപ്പ് ഉണ്ട്. നിങ്ങളൊരു ഖരവസ്തുവിനെ എടുത്തു കഴിഞ്ഞാൽ, നിങ്ങളൊരു സോളിഡ് മെറ്റീരിയലിനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും അതിന്റെ ഡിഫറെന്റ് ഷേപ്പുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഒരു ഷേപ്പിൽ എങ്ങനെയാണോ ആ ഷേപ്പിലാണ് അത് എക്സിസ്റ്റ് ചെയ്യുക. ഫിക്സഡ് വോളിയം ഉണ്ടാവും അല്ലെ, ഒരു കൃത്യമായിട്ടുള്ള വോളിയം ഇവയ്ക്ക് ഉണ്ടാവുന്നതായിരിക്കും. കനോട്ട് ബി സ്ക്വാഷ്ഡ്. നമ്മൾ സ്ക്വാഷ് ചെയ്യാനോ ഒന്നും നമുക്ക് ഇവരെ പറ്റാറില്ല. അതേസമയം നമ്മളൊരു ലിക്വിഡ് സബ്സ്റ്റൻസിനെ കൺസിഡർ ചെയ്യേ. നിങ്ങളൊരു വെള്ളം അല്ലെ, നിങ്ങൾക്ക് തന്നെ ഉണ്ടാവും ഡിഫറെന്റ് വെറൈറ്റി ഓഫ് വാട്ടർ ബോട്ട്സിൽ. ചിലത് ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ളതായിരിക്കും, ചിലത് നല്ല കുട്ടി കണ്ടെയ്നർ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ആ വാട്ടർ എന്ത് ചെയ്യുന്നുണ്ട്? ഫ്ലോ ചെയ്യുന്നുണ്ട് അല്ലെ. അത് അത്ര റിജിഡ് ഒന്നുമല്ല, ഫിക്സഡ് ഷേപ്പ് ഇല്ല. എന്നാൽ ഫിക്സഡ് വോളിയം ഇല്ലേ? കൃത്യമായിട്ടുള്ള ഒരു അളവ് അതിനില്ലേ? യെസ് ഉണ്ട് അല്ലെ. അതേപോലെ തന്നെ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സ്ക്വാഷ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. സെയിം ടൈം നമുക്കൊരു ഗ്യാസിന് എടുക്കാം. ഏറ്റവും കൂടുതൽ ഫ്ലോയിങ് പ്രോപ്പർട്ടി ഉള്ള ആളാണ് ഈ ഗ്യാസ് എന്ന് പറയുന്നത്. എന്താ ഈ ഫ്ലോയിങ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്? നിങ്ങൾക്കൊരു ഗ്യാസ് ലീക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെ, നിങ്ങൾ അതിന്റെ തൊട്ടടുത്ത് നിൽക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് അവിടെ ഗ്യാസ് ലീക്കേജ് നടന്നുണ്ട് എന്ന് മനസ്സിലാവാൻ ഒരിക്കലും ഇല്ല അല്ലെ. നിങ്ങൾ കുറച്ച് ദൂരെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സ്മെൽ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാ? ബിക്കോസ് ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഫ്ലോ ഓഫ് പാർട്ടിക്കിൾ നടക്കുന്നുണ്ട്. നോട്ട് റിജിഡ് ആണോ ഗ്യാസ്? അല്ല. അതേപോലെ തന്നെ ഫിക്സഡ് ഷേപ്പ് ഉണ്ടോ? ഇല്ല. ഫിക്സഡ് വോളിയം ഉണ്ടോ? അതും ഇല്ല. അപ്പൊ ലിക്വിഡും ഗ്യാസും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഗ്യാസസിന് ഫിക്സഡ് ആയിട്ടുള്ള വോളിയം ഇല്ല, എന്നാൽ ലിക്വിഡ്സിന് എന്തുണ്ട്? ഫിക്സഡ് ആയിട്ടുള്ള ഒരു വോളിയം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ക്യാൻ ബി സ്ക്വാഷ്ഡ്. നമുക്ക് എന്ത് ചെയ്യാം? പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെ എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം കാണുന്നത് നിങ്ങൾക്ക് എവിടെയായിരിക്കും? ഗ്യാസിലായിരിക്കും. അപ്പൊ ഗ്യാസിനകത്ത് പ്രഷറിന് ഇമ്പോർട്ടന്റ് ആയിട്ട് എന്തെങ്കിലും ഒരു സ്വാധീനം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം പ്രഷറിന് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ഉള്ളത് എവിടെയാണ്? ഗ്യാഷ്യസ് മീഡിയത്തിലായിരിക്കും അല്ലെ, ഗ്യാസ് ഉള്ള സ്ഥലത്തായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഡിഫറെന്റ് ഓഫ് ഗ്യാസസ് കാണാൻ വേണ്ടി പറ്റും അല്ലെ. ഓക്സിജൻ ഗ്യാസ് ആണ്, ഹൈഡ്രജൻ ഗ്യാസ് ആണ്, നൈട്രജൻ ഗ്യാസ് ആണ്. നമ്മുടെ അറ്റ്മോസ്ഫിയർ ഉണ്ടായിരിക്കുന്നതിന് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഗ്യാസസിലൂടെയാണ്. അപ്പൊ ഞാൻ പറയട്ടെ, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്നീ 3 സ്റ്റേറ്റുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ടെമ്പറേച്ചർ, നോർമൽ ടെമ്പറേച്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന 3 സ്റ്റേറ്റുകളാണ് എന്ന് വിചാരിച്ച് നിങ്ങൾ വിചാരിച്ചേക്കരുത് ഈ ലോകത്ത് മുഴുവൻ അല്ലെ, ഈ വേൾഡിൽ മൊത്തം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു യൂണിവേഴ്സ് മൊത്തം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററേ ഉള്ളൂ എന്ന്. ഇത് മാത്രമല്ല മക്കളെ ഉള്ളത്, പ്ലാസ്മ എന്ന് പറയുന്ന സ്റ്റേറ്റ് ഓഫ് മാറ്റർ കൂടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4th സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആണ് ഈ പ്ലാസ്മ എന്ന് പറയുന്നത്. വളരെയധികം ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്ലാസ്മ സ്റ്റേറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. അപ്പൊ പ്ലാസ്മ എവിടെയാ കാണുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലാബ് കണ്ടീഷനിലല്ല നമ്മൾ പ്ലാസ്മയെ കാണുന്നത്. നമ്മൾ കാണുന്നത് ഈ പറയുന്ന
സണ്ണ്, അതുപോലെ തന്നെ സ്റ്റാർസ്, ഇവരിലൊക്കെ എനർജി ഒക്കെ ഏത് ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ അതെന്താണ്, പ്ലാസ്മ സ്റ്റേറ്റിലാണ് എന്നുള്ളത്. ഭയങ്കര ടെമ്പറേച്ചർ വേണം. നോർമലായിട്ട് ആ ടെമ്പറേച്ചർ അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ 3 എണ്ണമാണ് നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കുകയുള്ളൂ. 4മതായിട്ട് പ്ലാസ്മ കൂടി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് എന്റെ കുട്ടികളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. സോ ഈ ഒരു ടോപ്പിക് ക്ലിയർ ആണോ? ഇതൊരു വളരെ ബേസിക് ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. നിങ്ങൾ എന്തായാലും ഇത് മറന്നു പോകരുത്. ഓരോന്നിനുമുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾ ഒരു എക്സാമ്പിൾ വെച്ച് ആലോചിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടും. സോ എല്ലാവർക്കും ഈ ടോപ്പിക് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ബൈ, സീ യു.